ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷവർമൻ്റെ ടേസ്റ്റിലൊരു സ്നാക്കാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു മുട്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് കൈവച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പാലെടുക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതിയാവും. ഇതുപോലെ കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. കുറേശ്ശെ അങ്ങ് പാലൊഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കിയെടുക്കില്ല, അപ്പോൾ അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം 2-3 മിനിറ്റ് വരെയൊക്കെ ഇത് കുഴച്ചെടുക്കണം, എന്നാലുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ഒരു മാവ് പൊങ്ങാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതും കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഈ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ചിക്കനും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് ഇതാ ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നല്ല പൊങ്ങി കിട്ടും. ഇനി മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. മാവൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവ് അത്യാവശ്യം നല്ല വട്ടത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ എന്നിട്ടിത് ഇതിന് മുകളിലായിട്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഒരു കത്തി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അല്പം ഒന്ന് പൊടി ഇതുപോലെ അങ്ങ് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഓരോ പീസും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഡോണറ്റ്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അധികം അങ്ങ് എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഓരോന്നും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിത് ഓരോന്നും ഇട്ട് കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. പിന്നെ നമുക്കിത് അധികം വേവിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കേണ്ടി വരും. കുറഞ്ഞ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം തന്നെ കുറേ നേരം വെച്ച് ഓയിലിൽ വെച്ച് കൊടുക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറാവും. തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. നമ്മളിത് ഷവർമൻ്റെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജ്, കുക്കുംബർ, ക്യാരറ്റ് ഒരേ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ മയോണൈസാണ്, അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. തക്കാളി ഒരു പകുതി തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഫില്ലിങ് തന്നെ വേണം നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഓരോ ബണ്ണും എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കി കൊടുക്കണം. ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതിയാവും.
ഇതിപ്പോൾ കണ്ടോ. ഇനി ഈ അറയിലേക്ക് നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷവർമ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. കഴിയുന്ന എത്ര നിരക്കുക എങ്കിലും ഉള്ളത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഇതുപോലെ കുറച്ച് മയോനൈസ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലും കൂടെ ഇട്ടിട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒരു ഭംഗിക്കും വേണ്ടി ചെയ്യുന്നത് മാത്രം. പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബണ്ണൊക്കെ കഴിക്കുന്ന അതുപോലെ തന്നെയാണ് ഈ ഒരു ഷവർമ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.